ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സ്റ്റൈലിൽ നല്ലൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഇത് ലൈം റൈസിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും നമുക്ക് ചോറിനധികം കറികളൊന്നും ഇല്ലാത്തപ്പോൾ ഒരു ഇച്ചിരി രസം മാത്രം ഉള്ളെന്നുണ്ടെങ്കിലും തൈര് മാത്രം ഉള്ളെങ്കിലും ഈ ഒരൊറ്റ മെഴുക്കുവരട്ടി മാത്രം മതി നമുക്ക് തൃപ്തിയായിട്ട് ചോറുണ്ണാനായിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കണേ. പാൻ ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള മല്ലിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ചെറിയ നിറമൊക്കെ മാറി വരുന്നില്ലേ. മല്ലി മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് നിറം മാറുന്നത് വരെ ഫ്രൈ ചെയ്യണം. എൻ്റെ കയ്യിൽ പെരിഞ്ജീരകം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഫ്രൈ ചെയ്യാഞ്ഞത്. അതിന് പകരം ഞാൻ പൊടിയാണ് ചേർത്തത്. ഇപ്പം ചേർത്തിരിക്കുന്നത് 9 കാശ്മീരി ചില്ലിയാണ്, നല്ല വലിപ്പമുള്ളത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 9 കാശ്മീരി ചില്ലി ചേർക്കാം, അല്ലെങ്കിൽ 6 7 കാശ്മീരി ചില്ലി ചേർത്താൽ മതി. പക്ഷേ എരിവുള്ള മുളകാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എണ്ണം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ അനുവദിക്കണേ. ഇപ്പം ഇതേ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ചെറിയ ജാറിലോട്ടാക്കി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊടിയാക്കി എടുത്തുകൊണ്ട് വരാമേ. ഇപ്പം കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു. ആ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതിലോട്ട് 7 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ആണ് കുറച്ച് വലിയ ക്യൂബ്സായിട്ട് മുറിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചേർത്തിളക്കി പാകത്തിന് കുക്ക് ചെയ്തെടുക്കണേ. ഇപ്പം ദേ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഓവർ കുക്ക്ഡ് ആയി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇപ്പം ഞാൻ ആ പാനിലോട്ട് ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗീ ആണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതുപോലെ വെന്ത പൊട്ടറ്റോ വെള്ളത്തിൽ നിന്ന് മാറ്റാനും ശ്രദ്ധിക്കണേ. പിന്നെ ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുകും 1 2 ടീസ്പൂൺ ഉഴുന്നും, അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഉഴുന്ന് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 2 വറ്റൽമുളക് വലുത് മുറിച്ചതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതും ഞാൻ കാശ്മീരി ചില്ലി തന്നെയാണ് ചേർത്തത്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളെ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് വഴറ്റുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ലൊരു മണവും രുചിയും കിട്ടും നമ്മുടെ പൊട്ടറ്റോയ്ക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 നുള്ള, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ വഴറ്റി കൊടുത്താൽ മതി. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2-3 ടേബിൾ സ്പൂൺ വളരെ പൊടിയായിട്ടരിഞ്ഞ മല്ലിയിലയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ കാശ്മീരി ചില്ലിയും എല്ലാം കൂടെ, അതിൻ്റെ പൊടിയും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഒപ്പം ചേർക്കണേ. ഈ പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ആവശ്യത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പൊടിയെല്ലാം കുറച്ചുകൂടെ ഒന്ന് കോട്ടഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കൈ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണേ. അതായത് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണേ. എന്നിട്ട് ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും ആ പൊടികളെല്ലാം കൂടെ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ഓരോ കഷ്ണത്തിൽ നന്നായിട്ട് പെരണ്ടിരിക്കും. അതുകൊണ്ട് ചേർത്ത് വഴറ്റി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ കുത്തി എരിഞ്ഞതിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാന്തരം പൊട്ടറ്റോ ഫ്രൈ റെഡി. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്താൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്